മുഴുവനും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കോർ ഗ്ലൂട്ടസ് ആൻഡ് ഹിപ്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള 4 വർക്കൗട്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എപ്പോഴും വാമപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ടിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഞാൻ എക്സസൈസ് മാത്രമാണ് കാണിച്ചിരുന്നത്. വാമപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിന് മുന്നത്തെ യൂട്യൂബ് വീഡിയോ നോക്കി വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഷിൻ ബോക്സ് സ്വിച്ച് ചെയ്യാം. കാൽ രണ്ടും ഹിപ്സിന്റെ വിടത്തിൽ ജസ്റ്റ് വൈഡ് ആയിട്ട് ഇങ്ങനെ വെക്കുക. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക ആൻഡ് കം അപ്പ്. സിറ്റ് ബാക്ക്. ഓപ്പോസിറ്റ് സൈഡ്. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ സപ്പോർട്ട് ചെയ്ത് മെല്ലെ എഴുന്നേൽക്കുക. സ്വിച്ച്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. സ്വിച്ച് ആൻഡ് ബ്രീത്ത് ഔട്ട്. അടുത്തത് ബ്രിഡ്ജ് വർക്കൗട്ട്. അടുത്തത് ബ്രിഡ്ജിലേക്ക് വരാം. മലർന്ന് കിടക്കുക. ഹിപ്സിന്റെ വിടത്തിൽ കാൽ രണ്ടും വൈഡ് ആയിട്ട് വെക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ റിബ്സിലേക്ക് ശ്വാസം എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് മെല്ലെ ബട്ടക്സ് ലിഫ്റ്റ് ചെയ്യുക. കാൽമുട്ട് തൊട്ട് ഷോൾഡർ വരെ ഒരു ലൈൻ ഫോം ആവുന്ന രീതിയിൽ മാത്രം ലിഫ്റ്റ് ചെയ്യുക. ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്യരുത്. ഇനി ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് റൈറ്റ് ലെഗ് അപ്പ്. ഇവിടെ ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. ബ്രീത്ത് ഔട്ട്. Lift. Breathe in, down. Breathe out. Engage your core muscle and lift. Breathe in. Next one is dead bug. മലർന്ന് കിടക്കുക. രണ്ട് കാലും ടേബിൾ ടോപ്പിലേക്ക് കൊണ്ടുവരിക. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് കാലും കൈയും സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് കം ബാക്ക്. ബ്രീത്ത് ഇൻ ടു യുവർ റിബ്സ് ആൻഡ് എക്സ്റ്റെൻഡ് ഓപ്പോസിറ്റ് ഹാൻഡ് ആൻഡ് ലെഗ്. Breathe out, engage your core. Breathe in, extend and breathe out, come back. രണ്ട് സൈഡും ഒരേപോലെ നിങ്ങൾക്കൊരു 15 × 3 ടൈംസ് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോഗ് പംപ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് കാലും ഇങ്ങനെ വൈഡ് ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വൈഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. മൂവ് ബാക്ക്. ബ്രീത്ത് ഔട്ട്. Breathe in. ഇത് ചെയ്യുന്ന സമയത്ത് ബാക്ക് ബെൻഡ് ചെയ്യാൻ പാടില്ല. ബാക്ക് ബെൻഡ് ചെയ്യാതെ ന്യൂട്രൽ സ്പൈൻ ആക്കിക്കൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്ത് മുമ്പിലേക്ക് വരിക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പുറകിലേക്ക് പോവാം. ഈ ഫ്രോഗ് പംപ്സ് നിങ്ങൾക്കൊരു 10 × 3 സെറ്റ്സ് ചെയ്യാം. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്പേഴ്സ് കൂട്ടി മാക്സിമം 20 × 3 സെറ്റ്സ് ചെയ്യാം. എക്സസൈസ് ചെയ്യാൻ മിനിമം 35 മിനിറ്റ്സ് എങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും 4 വർക്കൗട്ട്സ് 3 സെറ്റ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബോഡി മൂവ്മെന്റ് കിട്ടും. എക്സസൈസിന് മുമ്പ് വാമപ്പ് ചെയ്യാനും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്ട്രെച്ചിങ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. കോർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.